ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഞാൻ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള ഒരു സബ്ജക്റ്റാണ് എടുക്കുന്നത്. നിങ്ങളുടെ ഫിഫ്ത്ത് സെം BBAയുടെ ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളൊരു സബ്ജക്റ്റാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ സിലബസ് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ അതിൻ്റെ ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റംസ്, അതിൻ്റെ ഇൻ്റർമീഡിയറീസ്, ഫിനാൻഷ്യൽ അസറ്റ്സ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്നിങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആദ്യത്തെ മൊഡ്യൂളിൻ്റെ കുറച്ച് ഭാഗമാണ് പറയുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. എ ഫിനാൻഷ്യൽ സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് മാർക്കറ്റ്സ് which encourage savings and channelize them to their effective use. The system consists of savers, intermediaries, markets and users of savings. Financial system എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു കൂട്ടം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു കൂട്ടം ഇൻസ്ട്രുമെൻസുകൾ, മാർക്കറ്റ്സുകൾ എന്നിവ ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് എൻകറേജ് സേവിങ്സ് ആൻഡ് ചാനലൈസ് ദം ടു ദെയർ എഫക്റ്റീവ് യൂസ്. ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻസ്ട്രുമെൻസും മാർക്കറ്റുകളും കൂടി ചേർന്നിട്ട് അതിൻ്റെ സേവിങ്സുകളെ ചാനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്ന സിസ്റ്റമാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ എ ഫിനാൻഷ്യൽ സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു കൂട്ടം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു കൂട്ടം ഇൻസ്ട്രുമെൻസുകൾ, അതുപോലെ തന്നെ മാർക്കറ്റുകൾ എന്നിവ ചേർന്നിട്ട് ഫിനാൻഷ്യൽ സേവിങ്സിനെ എൻകറേജ് ചെയ്യുകയും എഫക്റ്റീവായിട്ടുള്ള ഫിനാൻഷ്യൽ ചാനലൈസേഷൻ നടപ്പിലാക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. The system consists of savers, intermediaries, markets and users of savings. ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നതിൽ ആരൊക്കെ വരാം? സേവേഴ്സ് വരാം, അതായത് പണം സേവ് ചെയ്യുന്ന ആളുകൾ. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറീസ് ഉണ്ടാവാം, ഇടനിലക്കാരുണ്ടാകാം, മാർക്കറ്റ്സുകൾ ഉണ്ടാകാം, യൂസേഴ്സ് ഓഫ് സേവിങ്സ്, അതായത് സേവിങ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നവർ, അതായത് ബാങ്കുകൾ, ഇൻ്റർമീഡിയറീസ്, മാർക്കറ്റുകൾ, കസ്റ്റമേഴ്സ്, ഇവരൊക്കെ ചേർന്നതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ എ ഫിനാൻഷ്യൽ സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു കൂട്ടം ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, ഇൻസ്ട്രുമെൻറ്റുകൾ, മാർക്കറ്റുകൾ എന്നിവ ചേർന്നതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് എൻകറേജ് ദ സേവിങ്സ് ആൻഡ് ചാനലൈസ് ദം ടു ദെയർ എഫക്റ്റീവ് യൂസ്. സേവിങ്സിനെ എൻകറേജ് ചെയ്യുകയും ഈ സേവിങ്സുകളെ എഫക്റ്റീവ് യൂസായിട്ട് ചാനലൈസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും ഇൻസ്ട്രുമെൻറ്റുകളുടെയും മാർക്കറ്റുകളുടെയും കൂട്ടത്തിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയാം. ദ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സേവേഴ്സ്, സിസ്റ്റത്തിൽ ഏതൊക്കെ വരാം? സേവേഴ്സ് വരാം, ഇൻ്റർമീഡിയറീസ് വരാം, മാർക്കറ്റ്സ് വരാം ആൻഡ് യൂസേഴ്സ് ഓഫ് സേവിങ്സ്. സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സേവേഴ്സ് ഉൾപ്പെടുന്നുണ്ട്, ഇൻ്റർമീഡിയറീസ് വരുന്നുണ്ട്, മാർക്കറ്റുകൾ വരുന്നുണ്ട്, യൂസേഴ്സ് ഓഫ് സേവിങ്സും ഏതിൽ വരുന്നുണ്ട്? ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് കോംപ്ലക്സ് ആൻഡ് ക്ലോസ്ലി കണക്റ്റഡ് ഓർ ഇൻ്റർമിക്സഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏജൻറ്റ്സ്, പ്രാക്ടീസസ്, മാർക്കറ്റ്സ്, ക്ലെയിംസ് എക്സെട്ര ഇൻ എൻ എക്കണോമി. അതായത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാകാം? അപ്പോൾ സെറ്റ് ഓഫ് കോംപ്ലക്സ് ആൻഡ് ക്ലോസ്ലി കണക്റ്റഡ് ഓർ ഇൻ്റർമിക്സഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോംപ്ലക്സ് ആയതും ക്ലോസ്ലി കണക്റ്റഡും ആയിട്ടുള്ള പരസ്പരമുള്ള ഇൻ്റർമിക്സഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു കൂട്ടമാണ്, ഏജൻറ്റുകളുടെ ഒരു കൂട്ടമാണ്, പ്രാക്ടീസുകളുടെ ഒരു കൂട്ടമാണ്, മാർക്കറ്റുകളുടെ ഒരു കൂട്ടമാണ്. ഒരു എക്കണോമിയിൽ വരുന്ന സെറ്റ് ഓഫ് കോംപ്ലക്സ് ആൻഡ് ക്ലോസ്ലി കണക്റ്റഡ് ഓർ ഇൻ്റർമിക്സഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും ഏജൻസുകളുടെയും പ്രാക്ടീസസിൻ്റെയും മാർക്കറ്റ്സ് ക്ലെയിമുകളുടെയും കൂട്ടത്തിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. So, a financial system is an institutional arrangement through which financial surpluses in the economy are mobilized from the surplus units and transferred to the deficient unit. സർപ്ലസ് യൂണിറ്റിൽ നിന്നും ഡെഫിഷ്യൻ്റ് യൂണിറ്റിലേക്ക് ഫിനാൻഷ്യൽ സർപ്ലസുകൾ, എക്കണോമിയിലെ ഫിനാൻഷ്യൽ സർപ്ലസുകൾ ചാനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻ്റ് ആണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് എക്കണോമിയുടെ ഫിനാൻഷ്യൽ സർപ്ലസുകൾ ചാനലൈസ് ചെയ്യുന്നതിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻ്റ് ആണ് ഫിനാൻഷ്യൽ സിസ്റ്റം. സർപ്ലസ് യൂണിറ്റിൽ നിന്നും ഡെഫിഷ്യൻ്റ് യൂണിറ്റിലേക്ക് ഒരു എക്കണോമിയുടെ ഫിനാൻഷ്യൽ സർപ്ലസുകൾ ചാനലൈസ് ചെയ്യുന്നതിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുക. സോ എ ഫിനാൻഷ്യൽ സിസ്റ്റം is an institutional arrangement through which financial surpluses in the economy are mobilized from the surplus units and transferred to the deficient unit. സർപ്ലസ് യൂണിറ്റിൽ മൊബിലൈസ് ചെയ്യുകയും ഡെഫിഷ്യൻ്റ് യൂണിറ്റിലേക്ക് ഫിനാൻഷ്യൽ സർപ്ലസുകൾ
ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് നോക്കാം. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻ്റ് ആണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ദേ കളക്ട് സേവിങ്സ് ഫ്രം അതേഴ്സ് ആൻഡ് ഇഷ്യൂ ഇൻ റിട്ടേൺ claims against themselves and use the funds thus raised to purchase ownership or debt claims. Financial intermediaries are banking and non-banking institutions which transfer funds from economic agents with surplus funds to economic agents that would like to utilize those funds. So financial intermediaries എന്ന് പറഞ്ഞാൽ it is an important component of financial system of a country. ഒരു രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻ്റ് ആണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ദേ കളക്ട് സേവിങ്സ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്നും സേവിങ്സ് കളക്ട് ചെയ്യുകയും ആൻഡ് ഇഷ്യൂ ഇൻ റിട്ടേൺ ക്ലെയിംസ് എഗെയിൻസ്റ്റ് ദംസെൽസ്, അതിന് പകരമായിട്ട് റിട്ടേൺസ് ഇഷ്യൂ ചെയ്യുകയും ആൻഡ് യൂസ് ദ ഫണ്ട്സ് ദസ് റൈസ്ഡ് ടു പർച്ചേസ് ഓണർഷിപ്പ് ഓർ ഡെപ്റ്റ് ക്ലെയിംസ്, ഓണർഷിപ്പ് പർച്ചേസിനോ അല്ലെങ്കിൽ ഡെപ്റ്റ് ക്ലെയിംസിന് വേണ്ടിയിട്ടോ ഈ ഫണ്ടുകൾ യൂട്ടിലൈസ് ചെയ്യുന്നവരാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. സോ ദ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആർ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. വിച്ച് ട്രാൻസ്ഫർ ഫണ്ട്സ് ഫ്രം ഇക്കണോമിക് ഏജൻറ്റ്സ്, ഇക്കണോമിക് ഏജൻറ്റിൽ നിന്നും സർപ്ലസ് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുകയും ദാറ്റ് ടു ഇക്കണോമിക് ഏജൻറ്റ്സ് ദാറ്റ് വുഡ് ലൈക്ക് ടു യൂട്ടിലൈസ് ദോസ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട ഇക്കണോമിക് ഏജൻറ്റിലേക്ക് സർപ്ലസ് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നവരാണ് ഈ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ദീസ് ആർ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ട്രാൻസ്ഫർ ഫണ്ട് ഫ്രം എക്കണോമിക് ഏജൻറ്റ് വിത്ത് സർപ്ലസ് ഫണ്ട് ടു എക്കണോമിക് ഏജൻറ്റ്സ് ദാറ്റ് വുഡ് ലൈക്ക് ടു യൂട്ടിലൈസ് ദോസ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിട്ടുള്ള എക്കണോമിക് ഏജൻറ്റിലേക്ക് സർപ്ലസ് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എക്കണോമിക് ഏജൻറ്റുകളാണ് ഈ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കോമ്പോണൻറ്റുകളും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോണൻറ്റുകൾ പറയുന്നത് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾ വരുന്നുണ്ട്, ഫിനാൻഷ്യൽ സർവീസസ് വരുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ സർവീസസ്. അതിനെ തന്നെ നമുക്ക് ബാങ്കിങ് ഇൻ്റർമീഡിയറീസ് എന്നും നോൺ ബാങ്കിങ് ഇൻ്റർമീഡിയറീസ് എന്നും പറയാം. ഫിനാൻഷ്യൽ മാർക്കറ്റുകളെ നമ്മൾ മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും പറയാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സുകൾ ടേംസ് ടൈപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഫണ്ട് ബേസ്ഡും ഉണ്ട്, ഫീസ് ബേസ്ഡും ഉണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ് ഇൻ്റർമീഡിയറീസിന് നമ്മൾ കൊമേഴ്സ്യൽ ബാങ്ക് എന്നും കോപ്പറേറ്റീവ് ബാങ്ക് എന്നും വേർതിരിക്കുന്നുണ്ട്. പബ്ലിക് സെക്ടർ, ഫോറിൻ സെക്ടർ, പ്രൈവറ്റ് സെക്ടർ അതുപോലെ തന്നെ റിസർവ് ബാങ്ക്, ഫോറിൻ ബാങ്ക് എന്നും തിരിക്കുന്നുണ്ട്. നോൺ ബാങ്കിങ്ങിനെ നമ്മൾ ഓർഗനൈസ്ഡ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോൺ ഓർഗനൈസ്ഡ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ തന്നെ മണി മാർക്കറ്റിനെ കോൾ മണി മാർക്കറ്റ്, ട്രഷറി ബിൽ, കൊമേഴ്സ്യൽ ബിൽ എന്നിങ്ങനെയൊക്കെ വേർതിരിക്കാം. ക്യാപിറ്റൽ മാർക്കറ്റിനെ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, അതുപോലെ തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്നും ഡിഫൈൻ ചെയ്യാം. ടേംസ് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം എന്നും. ടൈപ്പുകളെ പ്രൈമറി സെക്യൂരിറ്റീസ്, സെക്കൻഡറി സെക്യൂരിറ്റീസ് ആൻഡ് ഇന്നവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഫണ്ട് ബേസ്ഡ് എന്ന് പറയുന്നത് ലീസിങ്, ഹയർ പർച്ചേസിങ്, ഫാക്ടറിങ്. ഫീ ബേസ്ഡ് എന്ന് പറയുന്നത് മർച്ചൻറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് റേറ്റിംഗ്, മെർജേഴ്സ്. ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോമ്പോണൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റമായിട്ട് നമ്മൾ വലിയതാണ്. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വലിയൊരു കോമ്പോണൻ്റ് ആണ്. ഇത്രയും കോമ്പോണൻറ്റുകളുടെ ആകെ തുകയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ കോമ്പോണൻറ്റ്സ് ഓഫ് ആൾ ദീസ് ടേംസ്. ഈ ടേംസുകളുടെ എല്ലാം കോമ്പോണൻറ്റ്സ് ആണ് നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ സർവീസസ്, ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവയെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് സിസ്റ്റം എന്നതുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ചെറിയൊരു വീഡിയോ, 10 മിനിറ്റിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ല, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഫിനാൻഷ്യൽ സിസ്റ്റം പറഞ്ഞു, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് പറഞ്ഞു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസുകൾ, ഈ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. 10 മിനിറ്റ് വീഡിയോ ആണ്, എല്ലാവരും ത്രൂ ഔട്ട് കാണുക. ഓക്കെ.
താങ്ക് യു.